മോന്റെ അപ്പ ഇവിടെ ഉണ്ടല്ലോ. അതാ മോന്റെ അപ്പ. ഈശോ. അവന്റെ കൈയല്ല, 2 കാലും കൂടെ തല്ലി ഓടിക്കണ്ടായിരുന്നു കോപ്പൻ. അവനിട്ട് നല്ല ചാമ്പ ചാമ്പിട്ടുണ്ടാ. എടാ ഇത് ഗ്രൂപ്പിൽ വന്നടാ, നോക്ക് ഏത്തവനാ ഇത് കൊടുത്തേ. അതവന്റെ കൂടെ നടക്കുന്ന ചെറ്റായിരിക്കും അശോകൻ. അടുത്ത സ്കെച്ച് അവനിട്ടാ പൊട്ടിച്ചിരിക്കും. ദീപേ, അവനെ ഒന്ന് നോക്കി വെച്ചേരടാ. അവനെ ഞാൻ നോക്കിയേക്ക മനിയേട്ടാ. ആരാ നോക്കിയേ? എടാ നോക്ക് നോക്ക്. ഡോക്ടറാടാ. ശ്വാസം വലിച്ചു വിട്ടേ. വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതി. ഓ സിസ്റ്റർ, ഒരു IV കൊടുത്തേക്കൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല സിസ്റ്ററെ, ഇത് സെറ്റപ്പ് വേറെയാ. നമസ്കാരം സർ. കാര്യങ്ങളൊക്കെ എന്തായിടോ? എല്ലാം കൺട്രോളിലല്ലേ? അതെ സർ. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട് വിദ്യാർത്ഥി നേതാവാണ് കിടക്കുന്നത്. കേസും ബുക്കാരൊന്നും വേണ്ട. FIR ഇടുവാണെങ്കിൽ താനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ 206 കിടക്കുന്ന പയ്യനില്ലേ, അവന് നമുക്ക് എന്തെങ്കിലും കൊടുത്തങ്ങ് ഒഴിവാക്കാം. ഓക്കെ വാടൂ. MLA തന്റെ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ആ ചെറുക്കന്റെ തലക്കല്ലേ പരിക്ക്? വകുപ്പിട്ടാ നല്ല സീരിയസ് കേസാ. അഭിനയം നിർത്തി എന്നിട്ട് പോടെ. വെറുതെ മനുഷ്യനെ ഇതല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇപ്പോ? ആണും പെണ്ണുമായി എനിക്കുള്ള ഏക ആൺതരിയാ. അവന്റെ അപ്പൻ ഞങ്ങളെ ഇട്ടേച്ചു പോയിട്ടിപ്പോ 15 വർഷമായി. എവിടെയാണെന്നറിയില്ല. നിങ്ങൾ കരയാതെ. കോളേജ് ഇലക്ഷന്റെ പോസ്റ്റർ കീറിന്ന് പറഞ്ഞിട്ടാ എന്റെ കൊച്ചിനെ അവന്മാർ ഇങ്ങനെ തല്ലി ചതച്ചത്. പാർട്ടിയുടെ പോസ്റ്റർ കയറിയിട്ട് നീ ഒന്നും ഇവിടെ വാഴാന്ന് വിചാരിക്കണ്ട. അടിച്ച് ഞാൻ കണ്ണു പൊട്ടിക്കും. ഇത് തൊട്ടു നോക്കടാ. പോയാ പോസ്റ്റർ ഒട്ടിക്കണം. മാറിപ്പോടാ, വിട്ടുപോടാ, മാറിപ്പോടാ. എല്ലാം കയറിപ്പോ, വേമ്പോ പോകാൻ. ഞാൻ കണ്ടതാ, ഈ തന്തയില്ലാത്തവനെ ഇവൻ തന്നെയാ. അറിയാതെ നീ അവന്മാരെ അടി എണ്ണിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്നാ ശരി. അമ്മേ, നമുക്ക് ഇറങ്ങിയാലോ? പോകാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മ ഇനി ഒറ്റയ്ക്കല്ലേ? ആര് പറഞ്ഞു? നിന്റെ അപ്പ ഇവിടെ ഇല്ലേ? അപ്പ നോക്കിക്കോളും. അമൽ, സോറിടാ, കുറെ കാലമായി നിന്നെ ഞാനൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോടാ ഈ കൂടിക്കാഴ്ച. അന്ന് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചപ്പോൾ ചെയ്തതിനൊക്കെ ഞാനിപ്പോൾ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക. അമ്മേ, സോറി കേട്ടോ. സാരമില്ലടാ. നീ സെമിനാരിൽ പോവാന്ന് കേട്ടു. അതേടാ, ഞാൻ പോകാൻ ഇറങ്ങിയതാ. ഇന്ന് ജോയിനിങ് ഡേറ്റാ. ഞാൻ കാരണം എൻ്റെ സ്റ്റഡീസൊക്കെ മുടങ്ങിയല്ലടാ. അതങ്ങനെയല്ലടാ, ഇവ എങ്ങനെയൊക്കെ ഓരോരുത്തരും വിളിച്ചോണ്ട് പോകുന്നത്. ചിലപ്പോൾ നല്ല ഇടി തന്നിട്ടായിരിക്കും തമ്പുരാൻ കൊണ്ടുപോകുന്നത്. എന്നാ ഞാൻ പോട്ടെടാ. അമ്മേ, പോവാ. ഡാ, ഞാൻ നിന്നെ കൊണ്ടാക്കാം. വേണ്ട, ഞങ്ങൾ ബസ്സിന് പോക്കോളാം. വേണ്ട, ഇതെന്റെ കടമയാണ്. ഞാൻ കൊണ്ടാക്കാം. അമ്മേ, വാ വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. അപ്പാ, ഇനി ഞാൻ നിന്റെ കൂടെയാണ്. നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം. എൻ്റെ അമ്മയെ നീ കാത്തുകൊള്ളണമേ. ഈശോയെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ നിനക്ക് തരികയാണ്. അവൻ്റെ അപ്പ നീയാണ്. നീയാണിനി അവൻ്റെ സ്വരം. അവൻ്റെ സ്വരം നിനക്ക് വേണ്ടിയാണ്.